സൗരവിന്റെയും ദീപ്കയുടെയും വായടപ്പിച്ച ചോദ്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്ന സമയമാണ്. നുഴഞ്ഞു കയറിയ സാമൂഹ്യ വിരുദ്ധരാണ് അക്രമം നടത്തിയതെങ്കിൽ അവർക്കെതിരായ എഫ്ഐആർ എന്തിന് റദ്ദാക്കണമെന്ന ഗൗരവമുള്ള ചോദ്യമാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും പൊതുജനങ്ങളും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. തങ്ങളുടെ ഒപ്പമുള്ളത് വിദ്യാർത്ഥികളായിരുന്നുവെന്നും തങ്ങളുടേത് സമാധാന പ്രതിഷേധമായിരുന്നുവെന്നും തങ്ങളുടെ സമരത്തിൽ സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞു കയറിയാണ് അക്രമം നടത്തിയതെന്നും പറയുന്ന CJP നേതാവ് സൗരവ്ദാസ് എന്തിനാണ് എല്ലാ എഫ്ഐആറുകളും റദ്ദാക്കണമെന്ന് പറയുന്നത്? അക്രമം നടത്തിയത് സാമൂഹ്യ വിരുദ്ധരാണെങ്കിൽ എന്തിന് അവർക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണം? സമരത്തിന്റെ മറവിൽ അക്രമം നടത്തിയവരെ പൊക്കാൻ സഹായിക്കുന്നതല്ലേ ജനാധിപത്യ ധർമ്മം? തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റല്ലേ സൗരവേ എന്നാണ് പുതിയ ചോദ്യം. സോഷ്യൽ മീഡിയയുടെ ആശങ്കകൾ വേറെയുമുണ്ട്. അതിലൊന്ന് ഇതാണ്: എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഒക്കെ നടക്കുന്നത് പോലെ ഭരണകൂടത്തെ അക്രമാസക്തമായ കലാപം നടത്തി അട്ടിമറിച്ച് ഭരണം കൈയാളാൻ നടത്തിയവർക്കെതിരെയും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെയും നിയമപരമായി കേസെടുക്കുന്നത് ഫാസിസമാണ് പോലും. ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ രാജ്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും സമരത്തിന്റെ മറവിൽ രാജ്യത്ത് അക്രമങ്ങളും കലാപങ്ങളും നടത്തിയവർക്കെതിരെയും നിയമപരമായി അന്വേഷണത്തിന് പോലും അനുവദിക്കാത്ത പ്രതിപക്ഷ ഫാസിസം എത്രമേൽ അപകടകരമാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുമോ? അത് പ്രതിപക്ഷമായാലും CJP ആയാലും. അതിനുത്തരം പറയാൻ പ്രതിപക്ഷവും CJPയും ബാധ്യസ്ഥരാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനെ ജനാധിപത്യ മാർഗങ്ങളിലൂടെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് വന്നപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടത്തിയതുപോലെ കലാപം നടത്തി അട്ടിമറിക്കാമെന്ന് ആക്രോശിച്ച ചിലരെങ്കിലും ജനകീയ സമരത്തിന്റെ മറവിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നതിൽ ഭരണകൂടത്തിനും പോലീസിനുമൊപ്പം നിൽക്കുകയല്ലേ CJPയും സൗരവും അഭിജിത്തും ഒക്കെ ചെയ്യേണ്ടത്. അല്ലാതെ പോലീസിനെയും തല്ലി പൊതുമുതലും നശിപ്പിച്ച് നെഞ്ചും വിരിച്ച് ഹീറോ കളിച്ച് രക്ഷപ്പെട്ടു പോയാൽ അത് നിയമവ്യവസ്ഥയുടെ പരാജയമായി കണക്കാക്കപ്പെടും. ചരിത്രത്തിൽ അതൊരു കറുത്ത ഏടായി മാറും. പ്രതിഷേധം എന്നത് ഒരു ജനാധിപത്യ അവകാശമാണ്. അത് അങ്ങനെ തന്നെ വേണം. പക്ഷേ അക്രമത്തിലേക്ക് നീങ്ങിയാൽ, പൊതുമുതൽ നശിപ്പിച്ചാൽ, കല്ലെറിഞ്ഞാൽ, പോലീസിനെ ആക്രമിച്ചാൽ, തിരിച്ചു പോലീസും ബലം പ്രയോഗിക്കുന്നത് സംഭവിച്ചാൽ ഭരണകൂടം എന്ത് ചെയ്യണം? പോലീസിന് എവിടെ വരെ പോകാം? പ്രതിഷേധക്കാർക്ക് നിയമപരമായ സംരക്ഷണം എത്രത്തോളം ഉണ്ട്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ മതിയാകൂ. ജന്തർ മന്ദറിൽ തുടങ്ങിയ സമരം വിവിധ സംസ്ഥാനങ്ങൾ കടന്ന് കേരളം വരെ എത്തി. പരിക്കേറ്റ പോലീസുകാർക്കും കുടുംബമുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾക്കും ചോദ്യങ്ങളുണ്ട്. അവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ മറയാക്കി ഒരു കൂട്ടം ആൾക്കാർ ആസൂത്രണം ചെയ്ത പദ്ധതി സത്യത്തിൽ പൊളിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തതെന്ന് കരുതുന്നവരും കുറവല്ല. മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നുണ്ട്. ഒരു വശത്ത് വിലപ്പെട്ട ജീവൻ നീറ്റിൽ പൊലിഞ്ഞ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, മറുവശത്ത് സമരം ചെയ്ത യുവത്വം, ഇതിനിടയിൽ നുഴഞ്ഞു കയറി പലതും പ്ലാൻ ചെയ്ത ഒരു സംഘം. ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴാണ് CJPയുടെ വിജയാഘോഷവും വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. മില്യൺ കണക്കിന് ഫോളോവേഴ്സ്, 5 സ്റ്റാർ ഹോട്ടലിൽ ആഘോഷം. പാറ്റകളുടെ സമര വിജയാഘോഷം വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് അവർ ആത്മപരിശോധന നടത്തണം. ഇത്രയും വലിയ വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ആഘോഷിക്കാത്ത പ്രധാനമന്ത്രിയെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാൻ പരിഹസിച്ച ദീപ്കെ പോലും അറിഞ്ഞൊരു കാര്യമുണ്ട്: നരേന്ദ്രമോദി തന്നെയാണ് ഇന്നും ഭാരതത്തിന്റെ ട്രെൻഡ്. ലോകത്ത് ഇതുപോലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വേറെയുണ്ടോ? മാത്രവുമല്ല, നീതിപീഠം ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാജ്യവ്യാപകമായി നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് കൃത്യമായി പലതും വ്യക്തമാക്കിയിട്ടുണ്ട്. 5 പ്രധാന ഇടക്കാല നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഡൽഹി ജന്തർ മന്ദറിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ അടിയന്തര ഉത്തരവ്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച 5 ഇടക്കാല നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ എല്ലാത്തിനും വ്യക്തമായ ഉത്തരം കിട്ടും. ദൃശ്യങ്ങളും രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കണം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ CCTV ദൃശ്യങ്ങളും ഡ്രോൺ ദൃശ്യങ്ങളും അധികൃതർ സുരക്ഷിതമായി സൂക്ഷിക്കണം. പോലീസിന്റെ ബോഡി ഓൺ ക്യാമറ റെക്കോർഡിംഗുകൾ, വീഡിയോ ദൃശ്യങ്ങൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ രേഖകൾ, PCR ലോഡ്ജ് കളക്ഷനുകൾ എന്നിവയും നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കണം. വ്യക്തിവിവരങ്ങളും ഡിജിറ്റൽ ഡേറ്റയും പരസ്യപ്പെടുത്തരുത്.
പ്രതിഷേധത്തിനിടെ സമരക്കാരിൽ നിന്നും ശേഖരിച്ച വ്യക്തിഗത വിവരങ്ങളും ഡിജിറ്റൽ ഡേറ്റയും പൊതുവിടങ്ങളിൽ വെളിപ്പെടുത്താൻ പാടില്ല. ഇവ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കും കോടതി കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കരുത്. പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ വിവരങ്ങളോ ഡേറ്റയോ ഒരു കാരണവശാലും പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ പാടുള്ളതല്ല. കുറ്റ പശ്ചാത്തലമില്ലാത്ത വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടികൾ പാടില്ല. കേസുകളിൽ അന്വേഷണവുമായി സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്നാൽ മുൻകാല കുറ്റ പശ്ചാത്തലമില്ലാത്ത വിദ്യാർത്ഥികൾക്കെതിരെ ബലപ്രയോഗങ്ങളോ കടുത്ത നടപടികളോ സ്വീകരിക്കരുത്. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് ഈ സംരക്ഷണം ബാധകമായിരിക്കില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, അത് തന്നെയാണ് പ്രധാനം കേട്ടോ. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് ഈ സംരക്ഷണം ബാധകമായിരിക്കില്ല. സമരത്തിന്റെ മറവിൽ ഇത്തരം സംഘങ്ങൾ ഇറങ്ങിയെങ്കിൽ അവരെ പൂട്ടണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉടൻ മോചിപ്പിക്കണം. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയോ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും ഉടൻ തന്നെ മോചിപ്പിക്കണം. മുൻകാല ക്രിമിനൽ റെക്കോർഡുകളില്ലാത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറുപടി ലഭിച്ച ശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന കാര്യം കോടതി പരിഗണിച്ചേക്കും. ഇതിനിടെ വിദ്യാർത്ഥികൾ തീവ്രവാദികളല്ലെന്നും അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണെന്നും രാജ്യത്തിന്റെ ഭാവിയോട് ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനമൊഴിയേണ്ടി വന്നതുപോലെ സർക്കാർ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ തങ്ങൾ ചെന്ന് സർക്കാരിനെ മാറ്റുമെന്നൊക്കെയാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. ആവശ്യമെങ്കിൽ ഇതിലും വലിയ രീതിയിൽ ഒരു പുതിയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ദീപ്കെ മുന്നറിയിപ്പ് നൽകി. മിസ്റ്റർ ദീപ്കെ, വീണ്ടും ചോദ്യം അവിടെയാണ്. സമരത്തിന്റെ മറവിൽ പ്രശ്നമുണ്ടാക്കിയവരെ തിരിച്ചറിയണ്ടേ? അത്തരക്കാർക്കെതിരെ FIR ഇട്ട് നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ താങ്കൾക്ക് ചില വിഷയങ്ങളിൽ ആശങ്കയുള്ളതുപോലെ തന്നെ ദേശസുരക്ഷയുടെ വിഷയത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്കുള്ള ആശങ്ക പരിഹരിക്കപ്പെടില്ല. അതുകൊണ്ട് ആ വഴിക്ക് കൂടിയുള്ള ശ്രമങ്ങൾ വേണം. ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. പക്ഷേ അതിനുമപ്പുറം കാര്യങ്ങൾ കടന്നുപോയാൽ, ചിലരെങ്കിൽ കടന്നുകൂടിയാൽ അതിനും ഉത്തരം വേണം. അതുതന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നതും.